അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എവറി ട്രീ വിത്ത് ടു ഓർ മോർ വെർട്ടിസസ് ഇസ് ടു ക്രോമാറ്റിക്. നമ്മളുടെ ലാസ്റ്റ് മൊഡ്യൂൾ 4 ഗ്രാഫ് കളറിംഗ് ഉണ്ട്, ക്രോമാറ്റിക് നമ്പർ, ക്രോമാറ്റിക് പോളിനോമിയലൊക്കെ ഉണ്ട്. അതിനുള്ളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പ്രൂഫാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടു ക്രോമാറ്റിക് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാഫിനെ നമുക്ക് 2 കളേഴ്സ് മാത്രം വെച്ചിട്ട് കളർ ചെയ്യാൻ വേണ്ടി പറ്റണം എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 2 അഡ്ജസൻറ്റ് വെർട്ടിസസിന് സെയിം കളർ വരാൻ പാടില്ല. അടുത്തടുത്തുള്ളവർക്ക് വേറെ വേറെ കളറായിരിക്കണം. പക്ഷേ ഗ്രാഫിൽ മൊത്തം കളർ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 കളേഴ്സേ ചൂസ് ചെയ്യാനുള്ളൂ. അപ്പം അങ്ങനെയുള്ള കളറിങ് ഓപ്ഷനെയാണ് നമ്മൾ ഈ ടു ക്രോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ടു ക്രോമാറ്റിക് ഗ്രാഫ്സ് ആണെങ്കിൽ അതിൽ മാക്സിമം 2 കളർ വെച്ച് നമുക്ക് കളറിങ് ചെയ്യാൻ പറ്റും വിത്ത് നോ 2 അഡ്ജസൻറ്റ് വെർട്ടിസസ് ഹാവിങ് ദ സെയിം കളർ. അപ്പോൾ നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ട്രീ നമുക്ക് റൈറ്റ് സൈഡിൽ ഫിഗറിൽ കാണാം. നമ്മളൊരു വെർട്ടെക്സ് വി ചൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ട്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ട്രീ ആണെന്ന് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ റൂട്ട് ട്രീ എന്ന് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് വെർട്ടെക്സിന് നമ്മൾ റൂട്ടായിട്ട് അല്ലെങ്കിൽ എലിമെൻ്റായിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇവിടെ വി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ വെർട്ടെക്സിന് നമ്മൾ റൂട്ടാണ് എന്ന് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ചിൽഡ്രൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ വി ആർ കൺസിഡറിങ് എ ടി ആസ് എ റൂട്ടഡ് ട്രീ അറ്റ് വെർട്ടെക്സ് വി. അപ്പോൾ വിയിൽ റൂട്ടഡായിട്ടുള്ള റൂട്ടായിട്ടുള്ളൊരു ട്രീ ആണത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി ഫസ്റ്റ് നമ്മൾ ഈ വി എന്ന് പറഞ്ഞ വെർട്ടെക്സിനെ പെയിൻറ്റ് ചെയ്യുന്നു വിത്ത് കളർ 1. അപ്പോൾ പെയിൻറ്റ് വി വിത്ത് കളർ 1. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ വെർട്ടെക്സിൽ നിന്ന്, അതായത് വി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നുള്ള അഡ്ജസൻറ്റ് വെർട്ടെക്സുകളിൽ ഇമ്മീഡിയറ്റ്ലി അഡ്ജസൻറ്റ് വെർട്ടെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് കാണും, ഇത് കാണും, ഇത് കാണും. അപ്പോൾ ഈ 3 വെർട്ടെക്സുകളെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഡിസ്റ്റൻസ് 1 എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ്ലി അഡ്ജസൻറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അഡ്ജസൻറ്റ് ആയിട്ടുള്ള ഈ 3 വെർട്ടെക്സുകളെയും നമ്മൾ അടുത്ത കളർ, അതായത് കളർ 2 വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു. സോ പെയിൻറ്റ് ഓൾ വെർട്ടെക്സസ് അഡ്ജസൻറ്റ് ടു വി. അഡ്ജസൻറ്റ് ടു വി എന്ന് പറയുമ്പം ഇതും 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 ഈ 3 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എന്ന് പറഞ്ഞ കളർ വെച്ചിട്ട് കളർ ചെയ്യുന്നു. നെക്സ്റ്റ് ഇപ്പോൾ 2 നമ്മൾ കളർ ചെയ്ത ഈ 3 വെർട്ടീസുകളിലെയും അഡ്ജസൻറ്റ് വെർട്ടീസുകളാണ് നെക്സ്റ്റ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് ഈ 2 വെർട്ടീസ്, ഇതിന് അഡ്ജസൻ്റ് ആയിട്ട് ഈ 2 വെർട്ടീസ്. അപ്പോൾ ആ ലെവലിലുള്ള എല്ലാവരും നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, കളർ 1 വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് പെയിൻറ്റ് ദ വെർട്ടീസസ് അഡ്ജസൻറ്റ് ടു ദീസ് 2, അല്ലെങ്കിൽ നമ്മൾ 2 വെച്ച് കളർ ചെയ്തിട്ടുള്ളവരുടെ അഡ്ജസൻ്റ് ആയിട്ടുള്ളവരെ യൂസിങ് കളർ 1. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ളവർ ഇവർ 2 പേരായിരുന്നു, അവരെ 2 പേരെയും 1 വെച്ച് കളർ ചെയ്തു. അതേപോലെ തന്നെ ഈ 2-ന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് 2 ഈ 2 വെർട്ടീസുകളാണ്, അവിടെയും 1 വെച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഇതിന് അഡ്ജസൻ്റ് ആയിട്ട് വേറൊന്നുമില്ല, കൊണ്ട് നമ്മൾ അവിടെ ബാക്കിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എൻ്റെ ട്രീ നമുക്ക് പെയിൻറ്റഡ് ആവുന്നത് വരെ. അപ്പോൾ ഇവിടെ വരെ എത്തി. നെക്സ്റ്റ് നമ്മൾ ഇതിന് അഡ്ജസൻ്റ് ഒന്നും വേറെ ഇല്ല. ഇനി ഇതിൻ്റെ അഡ്ജസൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരെണ്ണം, ഇതിൻ്റെ അഡ്ജസൻ്റ് ഈ ഒരു വെർട്ടെക്സ്, ഇതിൻ്റെ അഡ്ജസൻ്റ് ഈ ഒരു വെർട്ടെക്സ്. അപ്പോൾ ഇവരാണ് നെക്സ്റ്റ് ലെവൽ. അവരെ 3 പേരെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തത് 1 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് കളർ 2 വെച്ച് നമ്മൾ ഈ 3 ലെവലുള്ളവരെയും പെയിൻറ്റ് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് ഇവിടെ നെക്സ്റ്റ് ലെവലൊന്നുമില്ല, ഇവിടെ നെക്സ്റ്റ് ലെവലൊന്നുമില്ല. ഇനി ഇതിന് നെക്സ്റ്റ് ലെവലുള്ളത് ഈ 3 വെർട്ടീസുകൾ കാണും. അപ്പോൾ അവിടെ 3 നമ്മൾ നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് കളറായ കളർ 1 വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമ്മുടെ റൂട്ടിൽ അല്ലെ റൂട്ട് വെർട്ടെക്സിൽ നമ്മൾ ഫസ്റ്റ് കളർ കൊടുത്തു, പിന്നെ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ളവർക്ക് സെക്കൻഡ് കളർ കൊടുത്തു, പിന്നെ അതിന് നെക്സ്റ്റ് ലെവൽ അഡ്ജസൻ്റ് ആയിട്ടുള്ളവർക്കെല്ലാം കളർ 1 കൊടുത്തു, അടുത്ത ലെവൽ അഡ്ജസൻ്റ് ആയിട്ടുള്ളവർക്ക് വീണ്ടും കളർ 2 കൊടുത്തു, ദെൻ നെക്സ്റ്റ് ലെവൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള കളർ 1 കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മാറി മാറിയാണ് വന്നേക്കുന്നത്. സോ ഒരു ലെവലിൽ വന്ന കളറായിരിക്കില്ല നെക്സ്റ്റ് ലെവലിൽ വരുന്നത്. അപ്പോൾ അടുത്തൊരിക്കലും ഇവിടെ വന്നിട്ടില്ല, സെയിം കളേഴ്സ് വന്നിട്ടില്ല. അതായത് നെയ്ബേഴ്സ് ആയിട്ടുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വെർട്ടീസുകൾക്ക് ഒരിടത്ത് നമുക്കിവിടെ സെയിം കളർ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് അഡ്ജസൻ്റ് ആണ്, പക്ഷേ അവിടെ 2ഉം 1ഉം ആണ്. ഇവിടെ അഡ്ജസൻ്റ് ആണ്, പക്ഷേ 1ഉം 2ഉം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കളർ കൊടുത്ത് പോയത്. സോ പ്രോപ്പർ കളറിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഉള്ള ട്രീ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. ഇനി ഈ ട്രീയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ വെർട്ടക്സിൽ നിന്ന് ഓഡ് ഡിസ്റ്റൻസ് ഉള്ള വെർട്ടീസുകളെ നോക്കുകയാണെങ്കിൽ, അപ്പം ഓഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം വരാം, 1, 3, 5, 7 എല്ലാം വരാം. സോ ഇത് 1 ഡിസ്റ്റൻസിലുള്ളവരാണ് ഇവർ 3 പേരും. അവർക്കൊക്കെ കളർ എന്താണ്, 2 ആണ്. ഇനി ഇത് 2-ൽ 1 പോയി, നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വരുമ്പോൾ എന്തായി, 1, 2, 3. അപ്പോൾ നെക്സ്റ്റ് ഓഡ് ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയും വരുന്ന വെർട്ടീസുകൾക്കെല്ലാം കളറ് 2 ആണ്. അതേപോലെ തന്നെ ഈവൻ ഡിസ്റ്റൻസ് ഉള്ള വെർട്ടീസുകൾക്കെല്ലാം കളർ 1 ആയിരിക്കും. സോ വിയിൽ നിന്ന് ഈവൻ ഡിസ്റ്റൻസ് നമുക്കറിയാം 2, 4, 6, 8. അപ്പോൾ 1, 2 ഇവിടെ നമുക്ക് കളർ 1 ആണ്. അതുപോലെ 1, 2 ഇവിടെയും കളർ 1 ആണ്. 1, 2 കളർ 1 ആണ്. 1, 2 കളർ 1 ആണ്. അതേപോലെ തന്നെ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ, ഇത് 3 ആണ്. നെക്സ്റ്റ് ഇവിടെ വരുമ്പം ഡിസ്റ്റൻസ് 4 ആയി. സോ 1, 2, 3, 4. അപ്പോൾ 4 ഡിസ്റ്റൻസ് വരുന്ന വെർട്ടീസുകൾക്കെല്ലാം എന്താണ്, കളർ 1 ആണ്. അപ്പോൾ ഈവൻ ഡിസ്റ്റൻസ് ഉള്ള വെർട്ടീസുകൾക്കെല്ലാം കളർ 1 വെച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡ് ഡിസ്റ്റൻസിലുള്ള വെർട്ടീസുകൾക്കെല്ലാം നമ്മൾ കളർ 2 വെച്ചിട്ടുമാണ് കളർ ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇന്ന് അതുപോലെ നമ്മൾ ഓരോ പാത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും ഇങ്ങനെയായിരിക്കും ഒരു വെർട്ടെക്സിൻ്റെ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോന്നോട് ഓൾട്ടർനേറ്റിംഗ് കളേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളവിടെ കളർ ചെയ്തിട്ടുണ്ടാവുക. സോ ഫസ്റ്റ് ഇവിടെ 1 ആയിരുന്നു, നെക്സ്റ്റ് 2, ദെൻ 1, 2, 1. അപ്പോൾ ആ ഒരു ഫോമിലാണ് നമ്മളവിടെ ഫില്ല് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി നമുക്കറിയാം നമ്മുടെ ട്രീയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, രണ്ട് വെർട്ടീസുകൾ തമ്മിൽ ഒരൊറ്റ പാത്തേ ഉണ്ടാവുള്ളൂ. ദർ വിൽ ബി വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എനി ടു വെർട്ടീസസ് ഇൻ എ ട്രീ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം നോ ടു അഡ്ജസൻറ്റ് വെർട്ടീസസ് ഹാവ് ദ സെയിം കളർ. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടീസുകൾക്കെല്ലാം എപ്പോഴും എന്താ വന്നേക്കുന്നത്, ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൂഫ് പറയാൻ പറ്റും, ദിസ് ട്രീ ക്യാൻ ബി പ്രോപ്പർലി കളേർഡ് യൂസിങ് ജസ്റ്റ് 2 കളേഴ്സ്. അപ്പോൾ 2 കളേഴ്സ് വെച്ച് തന്നെ നമുക്ക് ഈ ട്രീയെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒറ്റ കളർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റ കളർ നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിം കളേഴ്സ് വരും, ഇഷ്യൂ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് 2 കളേഴ്സ് ഉപയോഗിക്കും. അല്ലെങ്കിൽ 2 ക്രോമാറ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എൻ്റയർ ട്രീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് നോ അഡ്ജസൻറ്റ് വെർട്ടീസസ് ഹാവിങ് ദ സെയിം കളർ. അപ്പോൾ 2 അതിൽ കൂടുതലോ വെർട്ടീസുള്ള എല്ലാ ട്രീയെ നമുക്ക് ഈ 2 ക്രോമാറ്റിക് ഉപയോഗിച്ച് കളർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ദ proof.